ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആയിരുന്നു അല്ലെ? എത്ര എണ്ണം പറഞ്ഞായിരുന്നു? 4 എണ്ണം പറഞ്ഞു. 4 എണ്ണമാണ് പറഞ്ഞത്? 3 എണ്ണം അല്ലെ? 3 എണ്ണം പറഞ്ഞില്ലേ നമ്മളെ പോയിന്റ്സുകള്? നാബിന്റെ കീ 3 എണ്ണം കംപ്ലീറ്റ് ആയി അല്ലെ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അതിന്റെ ഫോർമുലാസ് ആണ് ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? ദ ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിനായിട്ട് എടുത്ത ടൈം കാണുന്ന ഫോർമുല എങ്ങനെയാണ്? ഞാനൊരു സൂത്രവാഴിയും കൂടി പറഞ്ഞു തന്നായിരുന്നു. മിക്കവാറും നമ്മുടെ ന്യൂമറേറ്റർ ആണ് അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് തന്നെയായിരിക്കും മിക്കവാറും മിക്ക ഫോർമുലയുടെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പൊ എക്സാമിനാണെങ്കിലും മിക്ക ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തരാം, ഡിവൈഡ് ചെയ്യുന്നതിനുള്ള മൾട്ടിപ്ലൈ ചെയ്ത് തരാം, അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. വേറെ ഫോർമുല ആയിട്ട് ചോദിക്കില്ല, ഈ ഫോർമുല തന്നെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിക്കുക തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ന്യൂമറേറ്റർ എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്ത് തന്നെ നേരെ ന്യൂമറേറ്ററിലേക്ക് നമ്മൾ എഴുതുകയാണ്. ഫോർമുല നോക്കിയേ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിനായി എടുത്തിട്ടുള്ള ടൈം അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ. അവിടെ മൊത്തം ഉള്ള അഡ്മിഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൂന്നാമത്തെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, അത് ടിക്കിട്ട് വെക്കുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ. 1000 ഇൻവെസ്റ്റിഗേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇററുകളുടെ എണ്ണം. ഇത് കാണുന്നത് എങ്ങനെയാ? നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. അവിടെ ആ മൊത്തം നടത്തിയ ടെസ്റ്റുകളിൽ എത്ര ഇറർ റിപ്പോർട്ട് ചെയ്തു, അതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് ഇറർ. അതിന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോം ഇൻറ്റു 1000 ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഇൻറ്റു 1000 കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഏതാണ്? Percentage of adherence to safety precaution by staff working in a diagnosis. ഡയഗ്നോസിക്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര പേര് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തു, അതിന്റെ പെർസെന്റേജ്. അപ്പൊ ഇതെല്ലാം എന്തിനാ നോക്കുന്നേ? ഇതെല്ലാം ഈ ഓരോ ഫോർമുലാസും ഈ ഓരോ സ്റ്റാൻഡേർഡ്സുകളും നമ്മൾ അവിടെ നോക്കിയതിന് ശേഷം അതിൽ എത്രമാത്രം ഹോസ്പിറ്റല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നാബ് എന്ത് ചെയ്യുന്നത്? നാബ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി നാബ് നോക്കുന്ന ചില മാനദണ്ഡങ്ങൾ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ഇവിടെ കൊടുത്തേക്കണം. ഈ 32 എണ്ണം അത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇത് വെച്ചിട്ടാണ്, ഇതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മൂന്നാമത്തെ പറഞ്ഞെന്താ? അപ്പൊ ഡയഗ്നോസ്റ്റിക്കില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളില് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്ന സ്റ്റാഫുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാഫ് ഓഡിറ്റഡ്. ഓഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ആ ഡയഗ്നോസ്റ്റിക്കില് മൊത്തത്തിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെന്റേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു 100. ഓക്കെ, 3 എണ്ണം ആണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ? 3 ഫോർമുല ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നാലാമത്തെ നോക്കിയേ, മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ ഇറർ റേറ്റ്, മരുന്നുകളുടെ പിശകുകൾ. ഇറർ എന്ന് പറഞ്ഞാൽ പിശകുകളുടെ ഒരു ശതമാനം, മരുന്ന് പിശകുകളുടെ ഒരു ശതമാനം റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, എ മെഡിക്കേഷൻ ഇറർ ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ്. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, ഒരു തടയാവുന്ന ഒരു സംഭവമാണ് ഈ മെഡിക്കേഷൻ ഇറർ എന്ന് പറയുന്നത് അല്ലെ? ആ മരുന്നുകളിൽ പിശക് വരാതെ, ഇപ്പൊ ചിലപ്പോ നേഴ്സുമാരുടെ ശ്രദ്ധക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്നതിൽ വല്ല മിസ്റ്റേക്ക് ആവാം. ഇപ്പൊ മിക്കവാറും അതിനകത്തൊക്കെ ചില ഈ അബ്രിവേറ്റഡ് ഫോം ഒക്കെ നമ്മൾ എഴുതൂലേ, അതിൽ ചിലപ്പോ അവര് വായിക്കുന്നത് കൊണ്ട് വരുന്ന മിസ്റ്റേക്കുകളാകാം. അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് ഈ എന്താ ആ മരുന്നുകളിൽ പിശകാൻ സാധ്യതയുള്ള ആ മരുന്നുകളുടെ ശതമാനമാണ് നോക്കുന്നത്. Okay, a medication error is any preventable event. ഒരു തടയാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു സംഭവമാണ്.
that may cause or lead to unsuitable medication use of patient harm while the medication is in the control of the healthcare professional, patient or consumer. ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെയോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെയോ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ അൺസ്യൂട്ടബിൾ, നമുക്കിപ്പോ എല്ലാ മരുന്നും എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല അല്ലെ, അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള മരുന്നുകളുടെ ആ ഉപയോഗം, എന്തെങ്കിലും ഇറർ വരാൻ സാധ്യതയുള്ള മരുന്നുകൾ അതിന്റെ ഉപയോഗത്തിനോ അല്ലെങ്കിൽ രോഗിക്ക് ദോഷം വരുത്തുന്നതിനോ കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചേക്കാവുന്ന എന്തെങ്കിലും ഒരു സംഭവമാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാനും പറ്റും എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അതിന്റെ ഫോർമുല നോക്കാം, ഇത് പഠിക്കണം കേട്ടോ. നാലാമത്തെ ഫോർമുല ടിക്കറ്റ് വെച്ചോ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, അവിടെ മരുന്നുകളുടെ ആകെ പിശകുള്ള മരുന്നുകളുടെ ആകെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ഇററുകളുടെ ആകെ എണ്ണം. അതിന് എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറർ. നമുക്ക് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി, സാധ്യതയുള്ള മെഡിക്കേഷൻ ഇറർ വരാൻ സാധ്യതയുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൊത്തം അവിടെ മെഡിക്കേഷൻ ഇററുകളുടെ ആ മൊത്തം എണ്ണം, അതിന് എന്ത് ചെയ്യാം, ഇനി വരാൻ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുള്ള നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഇൻറ്റു 100. ഇവിടെ അവസരങ്ങളുള്ള ആ ഇറർ, മെഡിക്കേഷൻ ഇറർ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് അവസരങ്ങളുള്ള ടോട്ടൽ നമ്പറിന്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ആ ഫോർമുല ഒന്ന് നോക്കി വെച്ചേക്കുക. നമ്മൾ പറഞ്ഞ രീതിയിൽ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ ഫോർമുല മെഡിക്കേഷൻ ഇറർ റേറ്റ്. അപ്പൊ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് എഴുതും, നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ ഇറർ ഇൻറ്റു 100. അപ്പൊ നാലാമത്തെ ഫോർമുല ഒന്ന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നോക്കി, അഞ്ചാമത്തെ ഫോർമുല പറയുന്നത് എന്താ, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ. അബ്രിവേറ്റഡ് ഫോം നമ്മൾ ടെർമിനോളജിയിൽ പഠിച്ചിട്ടില്ലേ അല്ലേ? അബ്രിവേറ്റഡ് ഫോം ഒക്കെ നമ്മൾ കുറെ അബ്രിവേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. 300 ചില്ലാനോ എത്ര ഉണ്ടായിരുന്നു അല്ലെ, 300 സംതിങ് അബ്രിവേറ്റഡ് ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, ഇതൊക്കെ ടെർമിനോളജിയിൽ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ. പിശക് സാധ്യതയുള്ള, അബ്രിവേഷൻ മൂലം പിശകാൻ സാധ്യതയുള്ള ആ മരുന്നുകളുടെ പെർസെന്റേജ്. ഇപ്പൊ അതായത് നമ്മളിപ്പോ ഡോക്ടർ ആണെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ ചില അബ്രിവേറ്റഡ് ഫോംസ് ഒക്കെ എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ ഒരു ചാർട്ട് ഉണ്ട്, എല്ലാ അബ്രിവേറ്റഡ് ഫോംസ് എഴുതിയ ചാർട്ടുകളൊക്കെ അവിടെ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പിശകാൻ സാധ്യതയുള്ള ആ ഒരു മരുന്നുകളുടെ എണ്ണം നമുക്ക് നോക്കാം. ഇത് പെർസെന്റേജ് കാണാനായിട്ട് നോക്കിയേ, number of medication chart with the error prone abbreviation. പിശകുള്ള മരുന്നുകൾ, അതിന്റെ ആ ചാർട്ടില് പിശകുള്ള മരുന്നുകൾ, അതിന് സാധ്യതയുള്ള പിശകുള്ള മരുന്നുകളുടെ ടോട്ടൽ മെഡിക്കേഷൻ, മരുന്നുകളുടെ നമ്പർ എന്ത് ചെയ്യുക, നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ്. അവിടെ മൊത്തം മെഡിക്കേഷൻ ചാർട്ട്, അവിടെ റിവ്യൂ ചെയ്ത മെഡിക്കേഷൻ ചാർട്ടിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ പാരസെറ്റമോള് PCM അബ്രിവേറ്റഡ് ഫോമിൽ എഴുതാം നമുക്ക് പാരസെറ്റമോളിന്. അപ്പൊ അത് പാരസെറ്റമോളിന് തന്നെ ചിലപ്പോ വായിക്കണമെന്നില്ല. അപ്പൊ അബ്രിവേറ്റഡ് ഫോം എഴുതുമ്പോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില പിശകുകൾ വരാൻ പറ്റും. അതിന്റെ റേറ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇറർ പ്രോൺ അബ്രിവേഷൻ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ ഗൈഡ്ലൈൻസ് സെറ്റ് ഡൗൺ ബൈ ഫോർ എ സേഫ് മെഡിക്കേഷൻ പ്രാക്ടീസ്. ഇറർ പ്രോൺ അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള മരുന്ന് രീതികൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം അനുസൃതമായിട്ട് നിർവചിക്കേണ്ടതാണ്. അതായത് നമ്മൾ ആ ചാർട്ടിൽ വ്യൂ ചെയ്തിട്ടുള്ള ചാർട്ടുകളിൽ എത്ര എണ്ണം നമുക്ക് ഇറർ പ്രോൺ അബ്രിവേഷൻ
പിശക് സാധ്യതയുള്ള അബ്രിവേഷനുള്ള മെഡിക്കേഷന്റെ എണ്ണം അതിനെ നമ്മള് മൊത്തം അവിടെ റിവ്യൂ ചെയ്ത ചാർട്ടിന്റെ മെഡിക്കേഷൻ ചാർട്ടിന്റെ എണ്ണം കൊണ്ട് നമ്മള് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, ഫോർമുല ഒന്നുകൂടി നോക്കി. അവിടെ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് വിത്ത് ഇറർ പ്രോൺ അബ്രിവേഷൻ. നമ്മുടെ മെഡിക്കേഷൻ ചാർട്ടിന്റെ എണ്ണം, ഇറർ പ്രോൺ അബ്രിവേഷൻ, പിശക് സാധ്യതയുള്ള അബ്രിവേഷൻ മൂലം പിശകാൻ സാധ്യതയുള്ള ആ മരുന്നുകള്, അതിന്റെ ആ ചാർട്ടിന്റെ നമ്പറിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്, അവിടെ മൊത്തം റിവ്യൂ ചെയ്തിട്ടുള്ള മെഡിക്കേഷൻ ചാർട്ടിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അടുത്ത് നോക്കി, ആറാമത്തത് പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ എല്ലാവർക്കും മരുന്നുകള് ഒരേപോലെ ആവണമെന്നില്ല. ചിലർക്ക് കഴിക്കുമ്പോ പ്രശ്നം ഉണ്ടാവില്ല, എന്നാൽ ചിലർക്ക് അതിന് ഒരു റിയാക്ഷൻ ഉണ്ടാവും, മരുന്നുകളോട് റിയാക്ഷൻ ഉണ്ടാവും, അല്ലെ? എല്ലാ മരുന്നുകളും ചിലർക്ക് അലർജി ഉണ്ടാവും, അങ്ങനെ ചൊറിച്ചില് പോലുള്ള ഇത് വരാം, മറ്റുള്ള അസ്വസ്ഥതകളൊക്കെ വരാം. അപ്പൊ അങ്ങനെ നമ്മള് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, അപ്പൊ അതില് എത്ര ആളുകൾക്ക് ആ മരുന്നിനോടുള്ള ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത്. അത് ഇൻപേഷ്യന്റ് ആണ് കേട്ടോ. കിടത്തി ചികിത്സയില് പ്രതികൂലമായ മരുന്ന് പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന പെർസെന്റേജ്, ശതമാനം. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഈസ് എ റെസ്പോൺസ് ടു എ ഡ്രഗ് വിച്ച് ഈസ് ടോക്സിക് ആൻഡ് unintended and which happens at a dose normally used in man for prophylaxis. ഒന്ന് നോട്ട് ചെയ്തേ, രോഗനിവാരണം, പ്രോഫൈലാക്സിസ്. രോഗനിവാരണത്തിന്റെ ഭാഗമായിട്ട്, ഡയഗ്നോസിസ് രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട്, ഓർ തെറാപ്പി ഓഫ് ഡിസീസ്, എന്തെങ്കിലും ഡിസീസുകൾക്ക് നമ്മൾ തെറാപ്പി പറയുമ്പോൾ അതിലുള്ള ഒരു എന്താ റിയാക്ഷൻ ആവാം, ഓർ ഫോർ ദ മോഡിഫിക്കേഷൻ ഓഫ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ, സൈക്കോളജിക്കൽ ഫങ്ഷൻ എന്നാട്ടോ. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്നത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ് ദ ഡ്രഗ്, നമ്മള് ഒരു കഴിക്കുമ്പോൾ ഉള്ള ഒരു മരുന്നിനോടുള്ള ഒരു റിയാക്ഷൻ, അതായത് നമ്മൾ ഇൻപേഷ്യന്റ് കിടത്തി ചികിത്സയില് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ഡ്രഗുകളാകാം, അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഒരു മരുന്നിനോട് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇന്റൻഡഡ്, ഉദ്ദേശിക്കാത്തതായിട്ടുള്ള ഒരു മരുന്നിനോടുള്ള ഒരു പ്രതികരണമാണത്. ഇത് നമുക്ക് ഏതൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു റിയാക്ഷൻ വരാം? നമുക്ക് ഈ പ്രോഫൈലാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ, രോഗം മാറാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിനോട് ഒരു റിയാക്ഷൻ വരാം, ആ മരുന്നിനോട് ചിലപ്പോൾ നമുക്ക് റിയാക്ഷൻ വരാം, അല്ലെ? നിങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് റിയാക്ഷൻ ഒക്കെ വരാറില്ലേ? ചിലപ്പോ ചിലർക്ക് അലർജി പോലുള്ളത്, ചൊറിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ ഡയഗ്നോസിസ്, രോഗനിർണയത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനോട് നമുക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വരാം. അല്ലെങ്കിൽ തെറാപ്പി ഓഫ് ഡിസീസ്, നമ്മള് പല ഡിസീസുകൾക്കുള്ള തെറാപ്പി, ഇതിനകത്ത് നമുക്ക് ഈ മരുന്നിനോടുള്ള ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ വരാം, നമുക്ക് മരുന്നിനോടുള്ള ഒരു പ്രതികരണം. അതാണ് ഇപ്പൊ ഇവിടെ നോക്കിയ ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇൻപേഷ്യന്റ് അവിടെ ഹോസ്പിറ്റലില് കിടത്തി ചികിത്സ, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് ഇത്ര ആളുകൾക്ക് ആ മരുന്നിനോടുള്ള പ്രതികരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, ആ മരുന്നിനോടുള്ള പ്രതികരണം എത്ര പേർക്ക് കാണിക്കുന്നുണ്ട്, ഡിവൈഡഡ് ബൈ ഇതിന് എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്, അവിടെ മൊത്തം അവിടെ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. പെർസെന്റേജ് ആയതുകൊണ്ട് നമ്മൾ 100 ചെയ്യണം, ഇൻറ്റു 100. മനസ്സിലായോ? അപ്പൊ അവിടെ മൊത്തം ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു വാർഡില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തം 1000 പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കുക. അതിൽ ചിലപ്പോ 50 പേർക്ക് ഒരു മരുന്നിനോട് റിയാക്ഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ 50
divided by 1000 into 100. ക്ലിയർ ആയോ? അത് മൊത്തം അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എത്ര പേര് ഈ മരുന്നിനോടുള്ള റിയാക്ഷൻ കാണിക്കുന്നുണ്ട്, മരുന്നിനോട് ഒരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഇതാണ് അല്ലെ. ഒരുപാട് കൊടുക്കുന്ന മരുന്നുകൾ എല്ലാവർക്കും റിയാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ അത്ര സേഫ് അല്ല എന്ന് പറയാം അല്ലെ. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ നോർമലി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. എങ്കിലും ഒരുപാട് ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ ഒരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇതല്ല എന്നുള്ളതിലേക്ക് എത്തിച്ചേരാം. അപ്പൊ അവർക്ക് എന്താ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ മൊത്തം അവിടെ കിടത്തി ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിൽ എത്ര പേർക്ക് മരുന്നിനോടുള്ള റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തു, അതാണ് number of inpatient developing adverse drug reaction divided by number of inpatient into 100. ഇനി ഏഴാമത് നോക്കിയേ, ഇത് പഠിക്കേണ്ടതാണ്. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ, ആസൂത്രണം ചെയ്യാതെയുള്ള മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. നമ്മൾ ഒരു പ്രാവശ്യം ഓൾറെഡി നമ്മള് സർജറി ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മള് സർജറി എന്ന് പറഞ്ഞ പ്ലാൻഡ് ആണ്. ഇന്ന ദിവസം ഇന്ന സർജറി അവിടെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നതാണ്, അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് സർജറി ചെയ്ത് കഴിഞ്ഞ് പോയിട്ടും ആ പേഷ്യന്റ് ആസൂത്രിതമല്ലാതെ അൺപ്ലാൻഡ് ആയിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറയുമ്പോ എന്താ ഒരു നെഗറ്റീവ് ഇതല്ലേ. വേണമെങ്കിൽ സ്റ്റിച്ച് ശരിക്കും ഇതായിട്ട് ആവണമെന്നില്ല, സ്റ്റിച്ച് പഴുത്തിട്ടാകാം, വീണ്ടും എന്തെങ്കിലും ഒരുപാട് ഇതിനകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. വീണ്ടും സർജറി ചെയ്തു എന്നുള്ളത് ചിലപ്പോ ഇങ്ങനെ പല സിസ്റ്റേഴ്സ് വരെ നമ്മളെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വയറിന്റെ ഉള്ളിൽ ആയി പോയ കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു ഇതും കൊണ്ട് വീണ്ടും ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന ആളുകളുടെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ ഇന്നിപ്പോ ഹോസ്പിറ്റലില് ഒരു 10 സർജറി ഉണ്ടെങ്കിൽ 10 പേര് വീണ്ടും തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കാര്യമാണോ? നല്ലൊരു കാര്യമാണോ? ആണോ? ആണോ? അല്ല അല്ലെ. അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വീഴ്ച തന്നെയാണ് അല്ലെ. മര്യാദയ്ക്ക് ഇത് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇത് കൊണ്ടായിരുന്നു. അത് അൺപ്ലാൻഡ് റിട്ടേൺ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രണം ചെയ്യാതെ ഉള്ള റിട്ടേണിന്റെ പെർസെന്റേജ്. Okay, unplanned return to the operation theatre OT is defined as a secondary procedure. ആദ്യത്തെയല്ല, രണ്ടാമത്തെ നടപടിക്രമമാണ് അല്ലെ. ഫസ്റ്റ് നമ്മൾ സർജറി ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ആസൂത്രിതമല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ് നോക്കട്ടെ. ഇത് നോക്കി എന്തുകൊണ്ടാണ് സെക്കൻഡറി പ്രൊസീജിയർ നീഡഡ് ഫോർ എ complication that result directly from the index operation during the same admission. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാത്ത റിട്ടേൺ ഇൻഡെക്സ് ഓപ്പറേഷനിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസിന് മൂലം ആകാം ആവശ്യമായ ഏതെങ്കിലും ഒരു സെക്കൻഡറി പ്രൊസീജിയർ ആയി ഇതിനെ നമുക്ക് കണക്കാക്കാം. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴല്ലേ വീണ്ടും സർജറി ചെയ്യേണ്ടി വരിക അല്ലെ. ഇപ്പൊ നമ്മൾ സർജറി കഴിഞ്ഞു, സ്റ്റിച്ചൊക്കെ പഴുത്തു, അങ്ങനെ പ്രശ്നം വരും, ചിലർക്ക് വീണ്ടും സർജറി ചെയ്യും അല്ലെ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതാക്കേണ്ടി വരാം. ഇറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡിപ്ലിഡിമെന്റ്. ഡിപ്ലിഡിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് നോട്ട് ചെയ്തോ, നമ്മള് മുറിവിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ഡെഡ് ആയിട്ടുള്ള ചർമ്മോ ഫോറിൻ പാർട്ടിക്കിൾസോ ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഡിപ്ലിഡിമെന്റ് എന്ന് പറയുന്നത്. ഡിപ്ലിഡിമെന്റ് is the removal of പുതിയ വാക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അത് ഒന്ന് നോട്ട് ചെയ്തോ. is the removal of dead or infected skin tissue to help a wound heal.
wound, മുറിവ്, WOUND, wound, heal. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ഡെഡ് പാർട്ടിക്കിൾസ്, ഫോറിൻ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ആ മുറിവില് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ആ ഒരു പ്രോസസ്സാണ് ഡിബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. മുറിവിൽ നിന്ന് ഒരു ഡെഡ് ആയിട്ടുള്ള സെല്ലുകളോ ഫോറിൻ പാർട്ടിക്കിളോ ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർജറി, ഒരു പ്രക്രിയ, അതാണ് ഡിബ്രിഡിമെന്റ്. സെക്കൻഡറി സ്യൂട്ടറിംഗ് എംബോലക്ടമി. സെക്കൻഡറി സ്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ അത് കോമയുണ്ട് കേട്ടോ. സെക്കൻഡറി സ്യൂട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ രണ്ടാമത് ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ഇട്ടു, വീണ്ടും ഈ സ്റ്റിച്ച് ഇടൂലേ, ഇതാണ് സ്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ തുന്നൽ എന്നാണ് മീനിങ്. സ്റ്റിച്ച് ഇടുക എന്നുള്ള മീനിങ്. സെക്കൻഡറി രണ്ടാമത്. അതിന്റെ ഇത് കഴിഞ്ഞു, എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ വീണ്ടും സ്റ്റിച്ച് ചെയ്യണേന്. പിന്നെ അടുത്തതാണ് എംബോലക്ടമി. അതെന്താന്ന് വെച്ചാല് പറഞ്ഞുതരാം. രക്തക്കുഴലുകളില്ലേ, ആ രക്തക്കുഴലുകളിലൊക്കെ ബ്ലഡ് കട്ട പിടിക്കുന്നത് അതിനെ നീക്കം ചെയ്യുന്ന ഒരു സർജറിയാണ് എംബോലക്ടമി എന്ന് പറയുന്നത്. എംബോലക്ടമി, രക്തക്കുഴലിൽ നിന്നൊക്കെ രക്തം കട്ട പിടിക്കുന്നത് നീക്കം ചെയ്യുന്ന, കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു സർജറി. Embolectomy, evaluation under anesthesia, etc. അപ്പൊ ഇങ്ങനെ എന്തായാലും ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിലും നമ്മൾ എന്താ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ പെർസെന്റേജ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 100 പേര് ഒരു ദിവസം അവിടെ സർജറിക്ക് വിധേയരായാല് 90 പേരും വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. 1 or 2 അല്ലെങ്കിൽ രണ്ടാമതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. എന്നതിലുപരി അതിന്റെ പെർസെന്റേജ് നോക്കിയിട്ട് നമുക്ക് ഈ നാബിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം. അതിന്റെ ഒന്ന് ഫോർമുല നോക്കി ഇത് പഠിക്കണോട്ടെ. 7ാമത്തെ ടിക്കറ്റ് വെച്ചോ. എന്താണ് ഫോർമുല? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. Number of unplanned return to OT divided by total number of patients who underwent surgery in the operation theatre OT. Okay, അപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആസൂത്രിതമല്ലാതെ മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യന്റ് who underwent surgery in the operation theatre. ഓപ്പറേഷൻ തിയേറ്ററിൽ അന്ന് സർജറിക്ക് വിധേയരായ മൊത്തം ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഒരു 100 പേര് സർജറിക്ക് വിധേയരായി, അതില് 20 പേര് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മടങ്ങി വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാ? 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എത്രയാ? 100 ആണ്. അന്ന് മൊത്തം അവിടെ സർജറി ചെയ്തത് 100 പേഷ്യൻസ് ആണ്. ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100% ആയതുകൊണ്ട് നമ്മൾ ഇത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് ടിക്കറ്റ് വെച്ചോ. 7ാമത്തത് ഞാൻ പറഞ്ഞത് 1ാമത്തെ പഠിക്കാൻ പറഞ്ഞു, പിന്നെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് 4ാമത്തെ, 4th, പിന്നെ 7. ഓക്കെ, 7ാമത്തെ ടിക്കറ്റ് വെക്കാം. ഇത് ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കി 8ാമത് നോക്കി. എന്താണ്? Percentage of surgeries where the organization procedure to prevent adverse event like wrong site, wrong patient and wrong surgery have been adhered to. ഉണ്ടോ? ഇവിടെ നമ്മൾ നോക്കി സർജറിക്ക് വിധേയരായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെയാണ്? എന്തെങ്കിലും നമ്മളിപ്പോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ തെറ്റായിട്ടുള്ള ഒരു സൈറ്റ്, ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് ഈ വളരെ അപൂർവം നമ്മള് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഇപ്പൊ കണ്ണിന് വേണ്ട, അപ്പൊ ഓക്കെ, അല്ല വേറെ ഏതെങ്കിലും ഇപ്പൊ കൈയില് സർജറി ചെയ്യണേന്, കൈയുടെ വിരലിന്റെ സർജറി ചെയ്യണേന് ചിലപ്പോ കൈയുടെ മുട്ടില് സർജറി ചെയ്യാം. അങ്ങനെയൊക്കെ തെറ്റിപ്പോയിന്ന് വിരലിൽ എണ്ണാവുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. FIR ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ന്യൂസില്. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള സൈറ്റുകളോ അല്ലെങ്കിൽ പേഷ്യന്റ്
പേഷ്യൻസ് ചിലപ്പോ മാറിപ്പോകാം. റോങ് പേഷ്യന്റ്, തെറ്റായിട്ടുള്ള പേഷ്യൻസോ റോങ് സർജറി തുടങ്ങിയ പ്രതികൂല സംഭവങ്ങൾ തടയുന്നതിനുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചിട്ടുള്ള സർജറികളുടെ പെർസെന്റേജ് ആണ്. ഒന്ന് വ്യക്തമാക്കി വെക്കുക. അതായത് തെറ്റായിട്ടുള്ള സൈറ്റ് ഏതൊക്കെ ഇവന്റ്സ് ആണെന്ന് നോക്കിയേ. ലൈക്ക് റോങ് സൈറ്റ്, തെറ്റായിട്ടുള്ള സൈറ്റ്, അല്ലെങ്കിൽ റോങ് പേഷ്യന്റ്, തെറ്റായിട്ടുള്ള പേഷ്യൻസ്, റോങ് സർജറി, ഇനി സർജറി തെറ്റായിട്ടുള്ള എന്തെങ്കിലും സർജറികള്, തെറ്റായിട്ടുള്ള സർജറി തുടങ്ങിയ പ്രതികൂലമായ സംഭവങ്ങള്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ തടയുന്നതിന് വേണ്ടി, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രിവെന്റ് അഡ്വേഴ്സ് ഇവന്റ് കേട്ടോ, പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങള് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ, ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ പെർസെന്റേജ്, ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള ഒരു സർജറിയുടെ പെർസെന്റേജ്. മനസ്സിലായോ? അത് നോടി നോക്കിയേ. തെറ്റായിട്ടുള്ള സൈറ്റ്, റോങ് ആയിട്ടുള്ള പേഷ്യൻസ്, റോങ് സർജറി തുടങ്ങിയ ഒരു പ്രതികൂല സംഭവങ്ങള്, അഡ്വേഴ്സ് ഇവന്റ്, പ്രതികൂല സംഭവങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയറുകള് പാലിച്ചുകൊണ്ടുള്ള സർജറിയുടെ പെർസെന്റേജ് ആണ് പറയുന്നത്. നോക്കിയേ, അതിന്റെ ഫോർമുല എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ. നമ്പർ ഓഫ് സർജറി വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്, ശരിയായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ എണ്ണം. നമ്പർ ഓഫ് സർജറി വേർ ദ പ്രൊസീജിയർ വാസ് ഫോളോഡ്, അതായത് നമ്മള് പ്രൊസീജിയർ, ശരിയായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ നമ്പർ, അതിനെന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, മൊത്തം നടത്തിയ സർജറി, പ്രൊസീജിയർ പാലിച്ചും അല്ലാതെയൊക്കെ മൊത്തം നടത്തിയിട്ടുള്ള സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക, പെർസെന്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. എട്ടാമത്തെ ഒന്നുകൂടി നോക്കി, നമ്മള് പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ഉള്ള സർജറികളുടെ എണ്ണം, ശരിയായ പ്രൊസീജിയർ, ഒരു ഓർഗനൈസേഷന്റെ ശരിയായ പ്രൊസീജിയർ പാലിച്ചുകൊണ്ടുള്ള സർജറികളുടെ എണ്ണം, അതിനെന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറി പെർഫോം, മൊത്തം അവിടെ നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഫോർമുല മാത്രമാണ് എക്സാമിന് ചോദിക്കുള്ളൂ. പിന്നെ അതിന്റെ ഹെഡിങ്ങും ആ പാരഗ്രാഫും ഒന്ന് വെറുതെ വായിച്ച് ഒന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഫോർമുലാസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമ്മളെ പ്രൊസീജിയർ, ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ഉള്ള സർജറികൾ, പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന സർജറികളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് സർജറി പെർഫോം, അവിടെ മൊത്തം നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്ത നോക്കി, 9th വൺ എന്താ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ബ്ലഡ് ബാങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഓരോ ബ്ലഡ് ഗ്രൂപ്പുകള്, അതില് നമുക്ക് അത് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആരിന്ന് റിസീവ് ചെയ്യാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മര്യാദയ്ക്ക് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നോക്കിയില്ലെങ്കിൽ അതിന് വരുന്ന, നമ്മൾ പറഞ്ഞു ഡെഡ് വരെയും നമുക്ക് മരണം വരെ സംഭവിക്കാം, അത്രയും വലിയൊരു ഇതാണ്. അപ്പൊ നമ്മള് പ്രോപ്പറായിട്ട് നമ്മൾ മാച്ച് ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ അത് ബ്ലഡ് റിസീവ്, അവർക്ക് ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്ത് ബ്ലഡ് സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെ ഡീറ്റെയിൽ ഫുള്ള് നമ്മൾ ബ്ലഡ് ബാങ്കിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എന്താ നമ്മൾ ഫോർമുല കണ്ടുപിടിക്കേണ്ടത്, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ്, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ.
ഓക്കെ, ഇത് 9ാമത്തെ ടിക്കറ്റ് വെച്ചോട്ടോ. 9th one ടിക്കറ്റ്. Any hostile reaction, hostile എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് തന്നെ, പ്രതികൂലമായ എന്നുള്ള മീനിങ് ആട്ടോ. പ്രതികൂലമായ അല്ലെങ്കിൽ വിരുദ്ധമായ. Any hostile reaction to the transfusion of blood or blood component should be considered as a transfusion reaction. എന്താ ട്രാൻസ്ഫ്യൂഷന് എതിരായ അല്ലെങ്കിൽ ബ്ലഡിലെ ഘടകങ്ങളുടെ ഏതെങ്കിലും പ്രതികൂലമായ പ്രതികരണം. നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ നമ്മള് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ബ്ലഡ് റിസീവ് ചെയ്യണമെങ്കിൽ എന്റെ ഗ്രൂപ്പുമായിട്ട് മാച്ച് ചെയ്യുന്ന ബ്ലഡ് മാത്രമേ എനിക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അല്ലാതെ അതിനെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിനെ പ്രതികരിക്കും. നമ്മുടെ ബോഡി അതിനോട് പ്രതികരിക്കും. നമ്മുടെ ബ്ലഡ് അത് സ്വീകരിക്കാൻ പറ്റില്ല, ബ്ലഡ് അതിനോട് പ്രതികരിക്കും. അങ്ങനെയുള്ള ആ പ്രതികരിക്കുന്ന ആ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ പെർസെന്റേജ് ആണ്. ഓക്കെ, എനി ഹോസ്റ്റൈൽ അഡ്വേഴ്സ് പ്രതികൂലമായ റിയാക്ഷൻ ടു ദ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണന്റ് ഷുഡ് ബി കൺസിഡർഡ് ആസ് എ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, it may range from a mild allergic reaction including chills trigger. അതായത് നേരിയ അലർജിയൊക്കെ പോലുള്ള ഈ അലർജി മുതൽ നമുക്ക് ജീവൻ അപകടത്തിലാകുന്ന വരെയുള്ള സംഭവങ്ങൾ വരാടെ. ടു ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് ട്രാലി. ട്രാലി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ. ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ. TRALI. പ്രിന്റ് നോട്ടിൽ തന്നെ ഒന്ന് എഴുതി വെച്ചാൽ മതി അവിടെ. ട്രാൻസ്ഫ്യൂഷൻ, ട്രാലി, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ്, ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ACUTE, acute lung injury, lung, LUNG, lung injury. Transfusion related acute lung injury. Transfusion related acute lung injury. And graft versus host disease. Host disease എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൊടുക്കുന്ന ദാതാവിന്റെ രോഗം കൊടുക്കുന്ന ആള്, ഡോണറിന്റെ ഈ രോഗപ്രതിരോധ കോശങ്ങള് റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ വരുന്ന സംഭവം. അതാണ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടാകുന്ന അസുഖം. അതായത് ഡോണറിന്റെ രോഗപ്രതിരോധ കോശങ്ങള് റെസിപ്പിയന്റിന്റെ രോഗപ്രതിരോധ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ വരുന്ന ഡിസീസ് ആണ് ഹോസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളത്, അപ്പൊ നേരിയ അലർജി മുതൽ അവരുടെ ജീവൻ അപകടത്തിലാകുന്ന സംഭവങ്ങൾ വരെ സംഭവിക്കാം. ഇപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രതികൂലമായ പ്രതികരണം. ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രതികൂലമായ പ്രതികരണത്തിനെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, അവിടെ മൊത്തം ചെയ്തിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷന്റെ എണ്ണം, ആ നമ്പറിനെ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെന്റേജ് ആയതുകൊണ്ട് 100 ചെയ്യുക. ആ ഫോർമുല നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യനിലുണ്ട്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടോ, നമ്മുടെ ന്യൂമറേറ്റർ ക്വസ്റ്റ്യനിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫർ. അവിടെ മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള യൂണിറ്റ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ നമ്മള്
അപ്പൊ ഒരു മൊത്തം നമ്മൾ അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ബ്ലഡ് ബാങ്ക് ഈ നമ്മളെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ നമ്മള് അല്ല മൊത്തം നമ്മളെ യൂണിറ്റ് ട്രാൻസ്ഫർ 500 പേഷ്യൻസിന് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതില് ഒരു 25 പേർക്ക് അഡ്വേഴ്സ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 25 ഡിവൈഡഡ് ബൈ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് എത്രയാ? 500 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ മൊത്തം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് ഒരു മൊത്തം അവിടെ ട്രാൻസ്ഫർ ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം അതിന് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിൽ എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അവിടെ റിപ്പോർട്ട് ചെയ്തു അതാണ് കേട്ടോ. മൊത്തം ട്രാൻസ്ഫർ ചെയ്തതിൽ എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തു ഇൻറ്റു എന്ത് ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നമ്മൾ ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡിലെ കമ്പോണൻസ് ഒക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിനോടുള്ള പ്രതികരണം അതാണ് ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവണല്ലേ? 9ാമത്തെ ഫോർമുല പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യും ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡിലെ കമ്പോണന്റോ ഒക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? അലർജി മുതൽ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻ വരെ സംഭവിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതില് നമ്മൾ മൊത്തം ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തു മൊത്തം അതില് എത്ര പേർക്ക് ആ ഒരു കോംപ്ലിക്കേഷൻ കാണിക്കുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മനസ്സിലാവണല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു 500 പേർക്ക് മൊത്തം അവിടെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് എത്രയാ? 500. അതില് നമുക്ക് വേണമെങ്കിൽ ഒരു 20 പേർക്ക് അവിടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ റിപ്പോർട്ട് ചെയ്തു. ഇത്രയും പേർക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടായി എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം? 25 ഡിവൈഡഡ് ബൈ മൊത്തം എത്രയാ? 500 ഇൻറ്റു 100% ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. മനസ്സിലാവുന്നില്ലേ? 9ാമത്തെ ടിക്കറ്റ് വെക്കാം കേട്ടോ. മൊത്തം ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തതിൽ എത്ര പേർക്ക് ഈ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ. സ്റ്റാൻഡേർഡ് മോർട്ടാലിറ്റി റേഷ്യോ ഓഫ് ICU. മോർട്ടാലിറ്റി റേഷ്യോ എന്താ? മോർട്ടാലിറ്റി മരണനിരക്ക്. സ്റ്റാൻഡേർഡൈസ്ഡ് മരണനിരക്ക്. മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. Mortality ratio for ICU. Standard mortality ratio for ICU. Okay. Standardized mortality ratio is the ratio of the perceived or actual mortality and the anticipated mortality for a specific time period. ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക ടൈം പറയുന്നുണ്ട്, ഒരു ടൈം പീരീഡ്, ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ഗ്രഹിച്ചതോ യഥാർത്ഥവുമായോ മരണനിരക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെ ICUല്. ഇപ്പൊ ICUല് നമ്മള് ഇപ്പൊ ഒരു മാസത്തില് ആ ICUല് എത്ര പേഷ്യൻസ് മരിച്ചു, മോർട്ടാലിറ്റി റേഷ്യോ എത്ര പേര് മരിച്ചു, അതില് നമ്മള് എന്ത് ചെയ്യുക? അതിന് നമുക്കൊരു ഏകദേശം നമ്മള് മരിക്കുമെന്ന് ഉറപ്പായ പേഷ്യൻസ് ഉണ്ടല്ലോ, മരണം നമ്മള് വിധിച്ചിട്ടുള്ള അല്ലെങ്കിൽ മരണം നിശ്ചയിച്ചിട്ടുള്ള പ്രതീക്ഷിക്കുന്ന മരണനിരക്കും തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കുന്നത്. ഇപ്പൊ ഞാൻ അതിനെ ഇത് പറയാം. ഇപ്പൊ ഒരു ICUല് ഒരു മാസത്തില് നമുക്കൊരു എത്രയാ 50 പേര് മരിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, മോർട്ടാലിറ്റി റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് ICUല്. ഒരു മാസം സ്പെസിഫിക് ടൈം പീരീഡ് പറയണ്ടേ,
1 month. ഒരു മാസത്തില് നമ്മളിപ്പോ ICUല് 50 പേഷ്യൻസ് ശരിക്കും മരിച്ചു എന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ, അവിടെ ഏകദേശം നമ്മൾ മരിക്കാറായി വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് നമുക്കറിയാം, ചില വെന്റിലേറ്റർ മാറ്റി മരിക്കുന്ന മരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മരണം ഉണ്ടല്ലോ, മരണം പ്രതീക്ഷിക്കുന്ന പേഷ്യൻസുകള് അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നോക്കിയ ആ ഇക്വേഷൻ നോക്കിയേ, അത് അപ്പൊ ക്ലിയർ ആവും. ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ICUല് യഥാർത്ഥത്തിൽ സംഭവിച്ച മരണം, ആക്ച്വൽ ഡെത്ത് ഇൻ ICU, ICUല് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള മരണം, അതിനെന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU. ICUല് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മളെ മുൻകൂട്ടി പ്രവചിച്ച അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മള് ഇതാ പ്രതീക്ഷിക്കുന്ന എന്നുള്ളതാണ്. ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത ആ പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു എന്ത് ചെയ്യുക, റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 100 ചെയ്യുക. മനസ്സിലായോ? അതും പഠിക്കണം കേട്ടോ. 9 ഉം 10 ഉം പഠിക്കണം. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU എങ്ങനെ കണ്ടുപിടിക്കണേ? ICUല് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയുന്നുണ്ട്, അതിന്റെ ഉള്ളില് ICUല് യഥാർത്ഥത്തിൽ മരിച്ച പേഷ്യൻസിന്റെ എണ്ണം, അതിന് എന്ത് ചെയ്യണം, അവിടെ ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ ഫോർമുല? Actual death in ICU divided by predicted death in ICU. ICUല് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? 9 ഉം 10 ഉം ടിക്കിട്ട് വെച്ചു. അടുത്ത് നോക്കി 11. ഞാൻ ഇത് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് ഞാനിത് വായിപ്പിക്കാം കേട്ടോ. നമ്മള് ഇക്വേഷൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഞാൻ എല്ലാവരും കൊണ്ട് ഒന്ന് വേഗം ഒന്ന് വായിപ്പിക്കാം. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 25ാമത്തെ ക്ലാസ് നിർത്താം. അതുവരെയൊക്കെ നോക്കിയാൽ മതി. ബാക്കി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഓരോരുത്തരെ കൊണ്ട് ഞാൻ വായിപ്പിക്കാം, ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആവുമല്ലോ. നോക്കി, ഇതാണ് 11 അല്ലേ പറഞ്ഞത്. 11th നോക്കിയേ, റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് വിത്തിൻ 72 hours എന്ന് പറയുന്നത് കേട്ടോ. സിമിലർ കംപ്ലൈന്റ്സുമായിട്ട് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് 72 മണിക്കൂറിനുള്ളിൽ മടങ്ങുന്ന പേഷ്യൻസിന്റെ എണ്ണം. Return to the emergency department within 72 hours with similar presenting complaints. Similar complaints-ഉമായിട്ട് 72 മണിക്കൂറിനുള്ളില് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. നോക്കിയേ, നേരെ കിടക്കുന്നില്ലേ ക്വസ്റ്റ്യൻ ന്യൂമറേറ്റർ? number of return to emergency within 72 hours with similar prescribing complaints. Similar complaints ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ നമ്പർ, അതിനെ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഹാവ് കം ടു ദ എമർജൻസി. എമർജൻസിയിൽ മൊത്തം വന്നിട്ടുള്ള പേഷ്യൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. എമർജൻസിയിൽ അടിയന്തരമായി വന്ന പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? 72 മണിക്കൂറിനുള്ളില് സമാന പരാതികളുമായിട്ട് എമർജൻസിയിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസിന്റെ എണ്ണം
അതിന് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഹാവ് കം ടു ദ എമർജൻസി, എമർജൻസിയിൽ വന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, രമ്യയും അഗ്മിനി. ഇവര് മാത്രം ഞാൻ ചോദിക്കുമ്പോ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒരു തമ്മിട്ടാ പോരെ പിള്ളേരെ, ഞാൻ ഇവിടെ കിടന്ന് സൗണ്ട് എടുക്കണേന്റെ അത്ര ഇല്ലല്ലോ, ജസ്റ്റ് ഒരു തമ്മിട്ടാ പോരെ. നിങ്ങൾക്ക് ക്ലിയർ ആയാലാണ് എനിക്ക് അടുത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇത് വേറെ ഒന്നുമില്ല. ഇതിൽ നമ്മൾ 32 ഫോർമുലാസ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ശ്രീചേട്ടത് ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, ഷിയാസ് ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഉണ്ട്. ഓക്കെ വെരി ഗുഡ്. ജയലക്ഷ്മി, എനിക്കറിയണ്ടേ നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടോ, ഇനി അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ, ഓറടിച്ചിരിക്കുകയാണോ എന്താന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ്. ഇതിനകത്ത് ഫോർമുലാസ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഇനി നോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ വെരി ഗുഡ്, നോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ശ്രീജ. ഇനി അടുത്ത് നോക്കിയേ 12. Incidence of hospital associated pressure ulcer after admission. Beds for per 1000 patient day. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, കേട്ടിട്ടുണ്ടോ ആ വാക്ക് പ്രഷർ അൾസർ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളെ കുറെ നാളൊക്കെ പേഷ്യൻസ് ബെഡിലൊക്കെ കിടക്കുമ്പോ അവർക്കിടെ പുറമൊക്കെ ഇങ്ങനെ പൊട്ടാം അല്ലെ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ചിലപ്പോ ഇവിടെ ഒരു സിസറിന്റെ കാര്യം, സിസറിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. കത്രികയോ എന്തെങ്കിലും ഇപ്പൊ നമ്മള് ബെഡ് സോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 2 ഇതും പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് മോളിൽ നോക്കിയ ബെഡ് സോർ പെർ 1000 പേഷ്യന്റ് പറയുന്നത്. അതൊന്ന് ഞാൻ പറഞ്ഞിട്ട് പറയാം. എ പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു സ്കിൻ ആൻഡ് ഓർ അണ്ടർലൈൻ ടിഷ്യൂ, നോർമലി ഓവർ എ ബോണി പ്രോമിനൻസ് ആസ് എ റിസൾട്ട് ഓഫ് pressure or pressure in consolidation with shear and or friction. ഒരു ഇതിനകത്ത് 2 കേസുകൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കേസാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രഷർ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളൊക്കെ ബെഡില് കിടപ്പാവുന്ന പേഷ്യൻസ് ഇല്ലേ, അവര് കുറച്ച് നാളൊക്കെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും അവരുടെ പുറമൊക്കെ പൊട്ടാം. സ്കിന്നിന് അല്ലെങ്കിൽ സ്കിന്നിന്റെ അടിയിലുള്ള അണ്ടർലൈൻ ടിഷ്യൂസ്, അതിനൊക്കെ നമുക്ക് എന്താ ഒരു ഇഞ്ചുറി പറ്റാം, പൊട്ടൊക്കെ സംഭവിക്കാം. അതാണ് ശരിക്കും, അതിനെയാണ് നമ്മൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇസ് എ ലോക്കലൈസ്ഡ് ഇഞ്ചുറി ടു ദ സ്കിൻ ആൻഡ് ഓർ അണ്ടർലൈനിങ് ടിഷ്യൂ. കണ്ടോ, അതാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആസ് ദ റിസൾട്ട് ഓഫ് പ്രഷർ or pressure in consolidation with shear. shear എന്നുള്ളത് SHEAR, കത്രിക എന്നുള്ളൊരു മീനിങ് ഉണ്ട് കേട്ടോ. ഷിയർ ഓർ ഫ്രിക്ഷൻ, ഹർഷണം, കത്രികം കൊണ്ടോ അല്ലെങ്കിൽ ഹർഷണം മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ, ഒരു സമ്മർദ്ദത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഫലമായിട്ട് ചർമ്മത്തിനുണ്ടാകുന്ന അതിന്റെ ഈ അണ്ടർലൈൻ ടിഷ്യൂ, അതിന്റെ അടിയിലുണ്ടാകുന്ന ടിഷ്യൂവിനുണ്ടാകുന്ന ഒരു പൈപ്പാണ് പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഈ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴൊക്കെ യാദൃച്ഛികമായിട്ടൊക്കെ വല്ല സിസറൊക്കെ എടുക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊണ്ട് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ കത്രികയൊക്കെ കൊണ്ടോ അങ്ങനെ സ്കിന്നിനോ അല്ലെങ്കിൽ അതിന്റെ അണ്ടർലൈൻ നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല, ചിലപ്പോ വേറെ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ മൂലമോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിന്റെ ഇതും കൊണ്ടോ ഒക്കെ നമുക്കൊരു വൂണ്ട് പറ്റാം. അതിനെയാണ് സ്കിന്നിന് ഇഞ്ചുറി സംഭവിക്കാം. അതിനെയാണ് നമ്മുടെ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ഇവിടെ ബെഡ് സ്കോറിന്റെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളുകൾ കിടപ്പാവുന്ന പേഷ്യൻസ് അവരുടെ സ്കിന്നിന് ഇഞ്ചുറി പറ്റാം, മുറിവ് പറ്റാം. അതിനെ നമ്മൾ പ്രഷർ അൾസർ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയ ഫോർമുല നോക്കി എങ്ങനെയാണ് ഫോർമുല? Number of patients who develop new or worsening of pressure. വഷളാകുന്ന എന്നുള്ള മീനിങ് ആണ് കേട്ടോ. വേഴ്സണിങ് എന്നുള്ളത് വേഴ്സണിങ് വേർഡാണ്. വേഴ്സണിങ്, WORSENING, വേഴ്സണിങ്, വഷളാകുന്ന. പുതിയതായിട്ട് നമ്മള് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറെ നാള് നമ്മള് ബെഡിലൊക്കെ കിടന്നത് മൂലം ഉണ്ടാകുന്ന മുറിവ്, ഇഞ്ചുറി, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എണ്ണം. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസർ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ ഇൻറ്റു 100.
ആകെ രോഗി ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻറ്റു 1000. ഇവിടെ 1000 പേഷ്യന്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് 1000 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസില് എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു? ക്ലിയർ ആക്കി വെക്കണേ. 1000 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസില് എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു? ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 1000 ഡേ ആണ്. 1000 പേഷ്യന്റ് എന്നാ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇൻറ്റു 1000 ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? പറഞ്ഞത് 1000 ദിവസം കൊണ്ട് ആ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസില് എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു? ഇക്വേഷൻ ഒന്നുകൂടി നോക്കിയേ. എങ്ങനെയാണ് ഇക്വേഷൻ കാണുന്നത്? ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡെവലപ്പ് ന്യൂ ഓർ വേഴ്സണിംഗ് ഓഫ് പ്രഷർ അൾസർ. പ്രഷർ അൾസർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അതിന്റെ നില വഷളാകുന്ന പേഷ്യൻസിന്റെ എണ്ണം, അതിനെ എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 100. ആകെ രോഗി ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അതായത് 1000 ദിവസം കൊണ്ട് നമ്മൾ നോക്കുന്നത് അഡ്മിറ്റ് ആകുന്ന ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസില് എത്ര പേർക്ക് പ്രഷർ അൾസർ റിപ്പോർട്ട് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി നോക്കാം, അതിനുശേഷം ഞാനൊന്ന് വായിപ്പിക്കാം. 13ാമത്തെ നോക്കി എളുപ്പമാണ്. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ പഠിച്ചില്ലേ? ഇതിനകത്ത് നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ പഠിച്ചില്ലേ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എങ്ങനെയാ? കത്തീറ്റർ അസോസിയേറ്റഡ്, അതായത് ചിലർക്കൊക്കെ യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യൂറിനറി കത്തീറ്റർ ഇടും. കുറെ നാളായി യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താ? ഇൻഫെക്ഷൻ വരാം അല്ലേ? യൂറിനറി ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിന്റെ പെർസെന്റേജ്, അപ്പൊ കത്തീറ്റർ ഇടുന്ന എല്ലാവർക്കും ഇൻഫെക്ഷൻ വന്നാൽ അവിടെ നെഗറ്റീവ് ഒരു ഇതല്ലേ അല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എത്ര പേർക്ക് അവിടെ നമ്മള് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു? അതാണ് ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIS. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. UTI എന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ഇപ്പൊ എത്ര പേർക്ക് അവിടെ ഒരു മാസത്തില് യൂറിനറി കത്തീറ്റർ ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തു? അതിന് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഇൻ ദാറ്റ് മന്ത്. അവിടെ ആ മാസം മൊത്തം യൂറിനറി കത്തീറ്റർ ഇട്ട പേഷ്യൻസ് ഉണ്ടല്ലോ, അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അത് 100 അല്ല 1000 ആണ് കേട്ടോ. 1000 ചെയ്യുക. Okay. Number of urinary catheter associated UTIS in a month. ഇപ്പൊ നമ്മള് ഒരു മാസത്തില് നമുക്ക് അവിടെ ഒരു മാസത്തില് ഒരു 100 പേർക്ക് യൂറിനറി കത്തീറ്റർ ഇട്ടു എന്ന് വിചാരിക്കാം. അതിന് 10 പേർക്ക് അവിടെ യൂറിനറി കത്തീറ്റർ ഇൻഫെക്ഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു. അപ്പൊ എങ്ങനെയാ നമ്മൾ കാണുന്ന? 10 ഡിവൈഡഡ് ബൈ 100. 100ല് ഇത്ര പേർക്ക് വന്നു. അതാണ് നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTIS in a month divided by number of urinary catheter days in that month into 1000. Okay. So അത്രയും 13 ഫോർമുലാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഒന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് പറഞ്ഞത് മാത്രം ഒന്ന് വായിക്കാം. ആരാണ് നമ്മൾ വായിക്കാം? ആരാണ് വായിക്കാം? ഫസ്റ്റത്തെ ഒന്നാമത്തെ ഇക്വേഷൻ വായിച്ചേ. നമ്മൾ നോട്ട് ചെയ്തിട്ടത് മാത്രം മതി. ആരാണ് വായിക്കാം? ശ്രീജ വായിക്കോ ഫസ്റ്റത്തെ? യെസ് മാം. യെസ്, വെരി ഗുഡ്. ഓക്കെ മാം, അതിന്റെ ഫുൾ ഫോർമുല വായിക്കണോ? ഫോർമുല മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ഫോർമുല ഒന്ന് വായിക്കാം.
Okay. The time taken for initial assessment. Formula: sum of time taken for initial assessment, total number of divided by total number of admissions. Okay, very good. Total number of admission. പിന്നെ നമ്മുടെ നാലാമത്തെ ഫോർമുലയില്ലേ ടിക്കറ്റ് മെഡിക്കേഷൻ എറർ റേറ്റ് അതുകൂടി ഒന്ന് വായിക്കട്ടോ. Okay. Medication error rate formula: total number of medication errors divided by total number of opportunities of medication errors into 100. Into 100. Okay, very good. രമ്യ അടുത്ത് വായിക്കോ. 1 ഉം 4 ഉം ഇനി 7 ആ പറഞ്ഞത്. 7th one വായിക്കോ. Yes, right. Formula: number of unplanned return to OT divided by number of patients who underwent surgeries in the OT divided into 100. Okay. 9th one കൂടി ഒന്ന് വായിച്ചേ. Number of transfusion reaction divided by number of unit transferred into 100. Into 100. അല്ലെ? 7 ഉം 9 ഉം. പിന്നെ നമ്മൾ ഏത് അടയാളപ്പെടുത്തിയത്? അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിനകത്ത് ഇത്രയും നിങ്ങൾ പ്രീവിയസ് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. 10th one കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടോ. സ്റ്റാൻഡേർഡ് അതും കൂടി ഒന്ന് വായിച്ചു. Okay, 10th ആണ്. Formula: actual death in ICU divided by predicted death in ICU into 100. ഓക്കെ. ആക്ച്വൽ ഡെത്ത് ഇൻ ഐസിയുല് ശരിക്കും റിപ്പോർട്ട് ചെയ്ത ഡെത്തിന്റെ എണ്ണത്തെ നമ്മൾ പ്രിഡിക്ട് ചെയ്ത ഡെത്തിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടേക്കുന്നതാണ്. ഇത് എന്തായാലും പഠിക്കാതിരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് പിന്നെ പഠിക്കാനുള്ള എളുപ്പവഴി ഉണ്ടല്ലോ. 1, 4, 7, 9, 10. ഓക്കെ. ഇപ്പൊ നമ്മള് 13 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. താങ്ക് യു. Okay, ma'am. Thank you. Thank you, ma'am.